ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമസ്കാരം സർ. നമസ്കാരം. ശാലിനി ഇരിക്കണം. സർ, ഞാനിപ്പോ വന്നത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യത്തിനാണ്. ശാലിനി പറഞ്ഞോളൂ. സാറിന് അറിയാവുന്നതാണ്, സർക്കാരിന്റെ അറിവോടെ നടന്ന ആ മരമുറി കേസില് എന്റെ ഭർത്താവിന്റെ കുടുംബം ചതിക്കപ്പെട്ടതാണ്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മയായ സത്യഭാമയും അച്ഛനായ രാഘവൻ നായരെയും മനഃപൂർവ്വം പഴയൊരു വൈരാഗ്യത്തിന്റെ പേരിൽ കുടുക്കിയതാണ്. അവരുടെ വീടും പറമ്പും ഒക്കെ ഇപ്പോ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലാ. കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ്. പല മന്ത്രിമാരുടെ ഇൻവോൾവ്മെന്റും ആ കേസിലുണ്ട്. പിന്നെ ഈ പറയുന്ന സത്യഭാമയോട് വൈരാഗ്യമുള്ള പലരും ഈ കേസ് അവർക്കെതിരെയാക്കി വഴിതിരിച്ചു വിടാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ചാനലുകൾ അതൊന്നും പറയുന്നില്ലല്ലോ. സർക്കാർ കൊടുത്ത ലൈസൻസ് വെച്ച് ആദിവാസികളുടെ ഭൂമി കയ്യേറി, വിലപിടിപ്പുള്ള വനസമ്പത്ത് കയ്യേറി, അതാണ് ഇപ്പൊ വന്നിരിക്കുന്ന കേസ്. അതൊരു ചെറിയ കേസല്ല. ആദിവാസികളെ തൊട്ടാലുള്ള കഥ അറിയാമല്ലോ. അപ്പോ പിന്നെ അവരുടെ ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞാൽ മീഡിയക്കാര് വെറുതെ ഇരിക്കൂ? പത്രക്കാര് വെറുതെ ഇരിക്കൂ? കാണാറില്ലേ ചാനലുകാരുടെ അന്തിച്ചർച്ചകളൊക്കെ? വാർത്തകൾക്ക് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്നവർക്ക് കുറച്ചു ദിവസത്തേക്ക് കഞ്ഞി കുടിക്കാൻ ഇത് മതി. ഭാഗ്യത്തിന് ഒന്നിലും ഇതുവരെ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ പേര് പരാമർശിക്കാത്തത് റവന്യൂ മന്ത്രിയായ എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റൂ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ എന്നെ കാണാൻ വന്നതിന്റെ കാര്യം? സർ, ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. സാറ് വിചാരിച്ച അടയ്ക്കാനുള്ള ഒരു സാവകാശമോ അല്ലെങ്കിൽ ഒരു സ്റ്റേ ഓർഡറോ വാങ്ങിത്തരാൻ സാധിക്കില്ലേ? അതുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സഹായമായിരിക്കും. സോറി ശാലിനി, ഞാൻ ആ കേസിന്റെ വഴിക്കേ വരില്ല. അത്രയ്ക്കും മീഡിയ അറിഞ്ഞ് ചളമാക്കി വെച്ചിരിക്കുന്നൊരു വിഷയമാണ്. ഞാനെന്നല്ല, ശാലിനിയും അതിലിടപെടാൻ ഞാൻ അനുവദിക്കില്ല. അത്രയ്ക്കും സെൻസേഷണലായി കഴിഞ്ഞൊരു പ്രശ്നമാണത്. ഒന്ന് ഓർക്കണം, നിങ്ങളൊരു കളക്ടറാ. ഒരു കാരണവശാലും ഇതിലിടപെടാൻ പാടില്ല. എന്റെ അടുത്ത് വന്നതുപോലെ മറ്റൊരാളുടെ അടുത്തും ഈ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ സംസാരിക്കാനേ പാടില്ല. കുടുംബ ബന്ധങ്ങൾ, അതായത് മരുമകളും അമ്മായിയമ്മയും ഭർത്താവും, അതൊക്കെ രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ഒഫീഷ്യലായി യാതൊരു കാരണവശാലും അവരുടെ കാര്യത്തിൽ ഇടപെടാനേ പാടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പണം കൊടുത്തു സഹായിക്കാൻ ശ്രമിക്കാം. അല്ലാതെ ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ച് ഒരാളെയും കാണാൻ പോകരുത്. സർ, എനിക്കിതിന്റെ ദോഷവശങ്ങൾ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിന് വരുമ്പോ ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പിന്നീട് തോന്നരുതല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ സാറിനെ കാണാൻ വന്നതാ. ഈ ഒരു സ്ഥാനത്തായതുകൊണ്ടാ ശാലിനി ഇതിൽ ഇടപെടാൻ പാടില്ലെന്ന് ഞാൻ കർശനമായി പറഞ്ഞത്. പിന്നെ ഞാൻ എന്റെ നിലപാട് പറഞ്ഞതേ ഉള്ളൂ. ശാലിനിക്കത് മുഖവിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഒന്ന് ഞാൻ പറയാം, ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ മുഖച്ഛായ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദിയായവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനുവേണ്ടി ഈ മന്ത്രിസഭ എന്തും ചെയ്യും, എന്തും.